ലാലേട്ടൻ വന്നോ? ലാലേട്ടൻ വന്ന് തീരുമാനമായി. ലക്ഷ്മിയെ കൊണ്ട് പബ്ലിക്കലി പിന്നെ മാപ്പ് പറയിപ്പിച്ച് പിന്നെ ജനങ്ങളടുത്ത് മൊത്തം മാപ്പ് പറഞ്ഞ് പിന്നെ ലക്ഷ്മി ജനങ്ങളടുത്ത് മൊത്തം മാപ്പ് പറഞ്ഞ് ലക്ഷ്മി ഇനി നന്നാവും. കാരണം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെ ചെയ്യത്തില്ല. പിന്നെ ഒനിയിലെന്റെ അമ്മ വിളിച്ച് ഇനി ചെയ്യത്തില്ലായിരിക്കും. ഒരബദ്ധം എല്ലാവർക്കും പറ്റത്തില്ല. അതുപോലെ ഒരു അബദ്ധം ലക്ഷ്മിക്ക് പറ്റിയതായിരിക്കും. ഇനി നന്നായിക്കോളും. ഇനി നിനക്കൊരബദ്ധം പറ്റത്തില്ല, എനിക്കൊരബദ്ധം പറ്റത്തില്ല. അതുപോലെ ഒരബദ്ധം ആർക്കും പറ്റും. പിന്നെ അതുപോലെ ഒനിയിലെന്റെ അമ്മ വിളിച്ച് സംസാരിച്ച് വീട്ടിൽ നിന്ന് വിളിച്ച് സന്തോഷമായിട്ട് സംസാരിച്ച് അതെല്ലാം ചെയ്ത്. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടടാ. എന്തോന്നറിയാ, ഈ ആര്യൻ ബിഗ് ബോസിന്റെ സ്വന്തക്കാരനാണോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. ആര്യൻ ഒരു ഇച്ചിരി മര്യാദ കുറവും കുരുത്തക്കേട് കൂടുതലുമാണ്. ആര്യൻ ഇച്ചിരി കുരുത്തക്കേട് കൂടുതലും. ലാലേട്ടനൊന്നും വന്നാലൊന്നും ഒരു മര്യാദയില്ല. എന്നെ പോലെ പയ്യനല്ലേ? അങ്ങനെ ഒക്കത്തില്ല. അങ്ങനെ പയ്യനാന്നും ഒരു സ്ഥലത്ത് ഇത്രയും പേരുടെ മുമ്പിൽ പോയിരിക്കുമ്പോ അതിനകത്ത് തലമൂത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഇച്ചിരി മാനിക്കണം. അടുത്തത് വറക്കേണ്ടത് ആര്യനെ. അടുത്തത് അത് ലാലേട്ടന്റെ അടുത്ത് പറയണം. അടുത്ത ആഴ്ച, അത് അടുത്ത ആഴ്ച വരുന്നതിനകം വെച്ച് പറയാം. പിന്നെ മസ്താനി ആയിരിക്കും പോന്നതെന്നാണ് എന്റെ ഒരു ഡൗട്ട്. സന്തോഷമൊന്നുമല്ല എന്ന് പറഞ്ഞാ ആ ഒനിയിലെന്നാണെങ്കിൽ ഇങ്ങനെ പിടിച്ച് വീഴാൻ പോയപ്പോ ഒന്ന് പിടിച്ചതേ ഉള്ളു. വീഴാൻ പോയപ്പോ ഒന്ന് പിടിച്ചപ്പോഴത്തേക്ക് എന്തോ വൈബ്രേഷൻ കാണിച്ച് എടുത്തു അതിൽ ഒരു തെറ്റും കുറ്റവും പറയാനില്ല. ഒരു തെറ്റും കുറ്റം പറയാനില്ല. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇരുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞാൽ നാട്ടുകാരെങ്കിലും ഒക്കെ വരുന്നത് പലവും വന്ന് പറയുമെന്ന്. ഫേസ്ബുക്കിൽ ചിലവന്മാരെ വന്നിട്ട് ചോദിക്കും, നീ തള്ളക്ക് വേറെ പണിയില്ലേ, കാലത്തിന് കുഴപ്പമാണ്. അത് ഞാനല്ലേ സംസാരിക്കുന്ന, നീ അല്ലേ വീഡിയോ എടുക്കുന്നത്, നിന്റെ ഫോണിലാ ഇടുന്നത്. അത് പെണ്ണുങ്ങളല്ലേ പറയേണ്ടത്, പറയാനുള്ള കാര്യങ്ങള് എല്ലാവർക്കും പറയണമെന്ന് കാണും. എല്ലാവരും ചിലപ്പം പേടിച്ചിരിക്കും. ആർക്കും തുറന്നു പറയാനുള്ള ധൈര്യം കാണത്തില്ല. ഞാനങ്ങനെ കാര്യങ്ങൾ തുറന്നു പറയാൻ പേടിക്കുന്ന കൂട്ടത്തിലല്ല. എല്ലാം പറയാനുള്ളത് നേരായ കാര്യങ്ങളെല്ലാം ഞാൻ പറയും. നിങ്ങളുടെ ശബ്ദം പെൺശബ്ദം എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ടിയാ ഞാൻ സംസാരിക്കുന്നത്. എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ടിയാ ഞാൻ വീട്ടിൽ വരുമ്പോ എല്ലാ ദിവസവും ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും അവരുടെ ഒരു സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. ഞാൻ ഓടി നടന്ന് നാട്ടുകാരുടെ മൊത്തം വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ ഉമ്മാക്കത് സന്തോഷമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ റീച്ചായി പോകും തോറും ആളുകൾ ചിലരൊക്കെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഞാൻ ഇത് നിർത്തണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നിർത്തും കേട്ടോ. പക്ഷെ ഉമ്മയുടെ ആഗ്രഹം 100 ദിവസം വരെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ്. ആരും പറയത്തില്ല. അത് നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ കൂടെ ഒരുപാട് ജനങ്ങളുണ്ട്.